എന്താണ് മൂലധനം? മൂലധനം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ CMRL എന്ന് പറയുന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയാണ്. അത് സ്വകാര്യ വ്യക്തി, അവർക്ക് അവകാശമില്ലേ എന്നൊക്കെ തത്വത്തിൽ ചോദിക്കാമെങ്കിലും ഒരു വ്യക്തി കമ്പനി തുടങ്ങാൻ പോകുമ്പോൾ അവരുടെ ഇപ്പൊ മുഖ്യമന്ത്രി പറയാണ്, എന്റെ ഭാര്യ അവളുടെ അമ്മ കുറച്ച് റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ തുക കൊടുത്തു, അതുകൊണ്ട് അങ്ങോട്ട് പോയി. വെറുതെ അത് അണ്ടിപ്പരിപ്പത് ഞാനില്ല. അവർ പോയ വഴിക്ക് അവിടെ കർത്തയുടെ കമ്പനി കയറി എംപവർ ഇന്ത്യയിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടാണ് പോയത്. 2015 മുതൽ ആ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2019 മുതൽ അതിന്റെ സ്വഭാവം ഒന്ന് മാറ്റി അവർക്ക് കൺസൾട്ടൻസി പോലെയും അവരുടെ കമ്പനിക്ക് തുകയും കിട്ടുന്ന പ്രതിമാസം കിട്ടുന്ന രീതിയിൽ മാസപ്പടിയാക്കിയത് മാറ്റിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം രേഖയിലുള്ള കാര്യമാണ്. ഇനി എന്തെങ്കിലും സേവനം കൊടുത്തു എന്ന് ഇല്ല, കൊടുത്തിട്ടില്ല, വാദത്തിന് വേണ്ടി വെക്കുക. സേവനം കൊടുത്താൽ പോലും ആ കരാർ അഴിമതിയാണ്. ആ കമ്പനി അഴിമതിയിൽ പിറന്ന, അഴിമതിയിൽ ഗർഭം ധരിച്ച കമ്പനിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത എല്ലാ വ്യക്തികൾക്കും അറിയാം. ഇപ്പോ VS-ന്റെ മകനെതിരായിട്ട് അദ്ദേഹം ലോട്ടറി കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോ VS എങ്ങനെ പ്രതികരിച്ചു? അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത്. അദ്ദേഹം പറഞ്ഞത് അവൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, അവനെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലോട്ടറി കേസിൽ ഇടപെട്ടു എന്നുള്ളൊരു ആക്ഷേപം വന്ന സ്ഥിതിക്ക് ആ വിഷയവും കൂടി CBI അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെടും. അങ്ങനെ കത്ത് കൊടുത്തു. അദ്ദേഹത്തിനെതിരെയുള്ള മുഴുവൻ ആരോപണവും പ്രതിപക്ഷ നേതാവ് എഴുതി തന്നാൽ അദ്ദേഹം പറയുന്ന വ്യക്തിയെ കൊണ്ട് അന്വേഷിപ്പിക്കാം, ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നാണ് നിലപാടെടുത്തത്. കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാട്, അതായത് പാർട്ടിയുടെ ഒരു നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ കാണുന്നത് പോലെ കുടുംബത്തെ കൂടി സംരക്ഷിച്ചു കൊണ്ട് വേണം പോകാൻ എന്നുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ മുഴുവൻ വെയിറ്റും കൂടെ കൂട്ടത്തിൽ കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ചെയ്തത് എന്താണ്? ഈ കമ്പനി ചെയ്തത്, ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തത് AKI സെന്ററിന്റെ പേരിലാണെന്നുള്ളത് ശരി, അല്ലാതെ AKI സെന്ററിൽ ചോദിച്ച് അവര് പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ കമ്പനി പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? അതിനാണോ രക്തസാക്ഷികൾ വില കൊടുത്തത്? ഈ ചോദ്യം പാർട്ടിയിലെ ഓരോ സാധാരണക്കാരന്റെയും മനസ്സിലുള്ള ചോദ്യമാണ്. പക്ഷേ സ്ഥാനമാനങ്ങൾ കിട്ടുന്നവർ ഒരുപക്ഷെ ആ ചോദ്യം ചോദിച്ചു കൊള്ളണമെന്നില്ല. ടെക്നോ പാർക്കിലെ ലീല ബിൽഡിംഗിലാണ് RP ടെക് സൊല്യൂഷൻസ് എന്നുള്ള രവി പിള്ളയുടെ കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിക്ക് തൊട്ടടുത്ത കമ്പനികൾക്ക് സ്ക്വയർ ഫീറ്റ് വാടക എത്രയാണെന്നും ആ കമ്പനിക്ക് എത്രയാണ് വാടകയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാങ്ക്രപ്റ്റ് ആകുന്ന പോലെ നിന്നിരുന്ന കൃഷ്ണൻ നായരെ എന്തിനാണ് രവി പിള്ളയ്ക്ക് സബ്സിഡി കൊടുക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കേണ്ട. ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്നും എവിടുന്നാണ് ഉത്ഭവിച്ചതെന്നും അവിടുന്നാണ് പിന്നെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ചാൽ ഇതെല്ലാം ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഇത് നേരത്തെ CPM പോലൊരു പാർട്ടി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുമായിരുന്നു.